റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ഒരാൾ ചേർക്കുകയും നന്നാക്കുകയും ചെയ്താൽ അയാളുടെ ആയുസ്സിലും സമ്പത്തിലും അള്ളാഹു വർധനവ് നൽകുമെന്ന് റസൂലുള്ളാഹി ബറക്കത്ത് നൽകുമെന്ന് വേറെ ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ബറക്കത്ത് നൽകാന്ന് കുറെ ആയുസ് നൽകുക എന്നുള്ളതല്ല, ഉള്ള ആയുസ്സിൽ എന്ത് ചെയ്യും? സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. 10-30 കൊല്ലമൊക്കെ നമ്മൾ പ്രവാസികളായി അധ്വാനിച്ച് നമ്മൾ ഒരു ആപ്പിൾ കഴിക്കണമെങ്കിൽ 2 വട്ടം ആലോചിച്ച് ചെറിയ പൈസ ചെലവാക്കണമെങ്കിൽ പോലും വളരെ ചിന്തിച്ച് ചെലവാക്കിയ ആളുകളുണ്ട്. ആ സമ്പാദ്യമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മര്യാദക്ക് ഒരു ആപ്പിൾ തിന്നാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു സമയം, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ടോ, ബറക്കത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫൽ യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. കുടുംബബന്ധം ചേർക്കട്ടെ. കുടുംബബന്ധം ഒരാൾ ചേർത്താൽ അള്ളാഹു അയാളുടെ ആയുസ്സിലും സമ്പത്തിലും ബറക്കത്ത് നൽകും. അയാളുടെ ആരാധനകൾ അള്ളാഹുവിന് സന്തോഷമുള്ള ആരാധനകളാണ്. അപ്പൊ ഞാൻ വാപ്പാനായിട്ടും തെറ്റിയ ഒരാൾ, വാപ്പാനിമ്മാനായിട്ടും തെറ്റിയ ആളെ കാര്യം പിന്നെ പറയണ്ടല്ല, അതൊരു അപ്പീലില്ലാത്ത കേസാണ്. അതേസമയം വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരി, എളാപ്പ, മൂത്തമ്മ, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, ബന്ധുക്കൾ എന്ന് പറയും. ഇവരോടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ആരാധന പോലും പടച്ചോൻ സ്വീകരിക്കൂല. ആകാശത്തേക്ക് ഇങ്ങനെ വരും. ആകാശത്തിന് എൻ്റെ സമാഉദ്ദുന്യ, ഭൂമിയിൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഈ ആരാധന സൂക്ഷിച്ചു വെക്കുന്നതാണ്. എന്നാണോ ഇയാൾ നന്നാവുന്നത് അന്ന് അള്ളാഹു എന്ത് ചെയ്യും? ഈ ആരാധനകൾ എല്ലാ രാത്രിയും ആ മനുഷ്യനോട് മലക്കൾ വിളിച്ചു പറയും, നന്നായി വരൂ, ബന്ധങ്ങൾ ചേർക്കൂ മനുഷ്യ എന്ന് വിളിച്ചു പറയുമ്പോൾ. കാരണം എന്താണ്? ഇത്ര നിസ്കരിച്ചൊരു മനുഷ്യനാണ്, ഇത്ര ഖുർആൻ പഠിച്ചൊരു മനുഷ്യനാണ്, പക്ഷേ സ്വീകരിക്കാൻ ആഗ്രഹം മലക്കുകൾക്കുണ്ട്, പക്ഷെ പെർമിഷൻ കൊടുക്കൂല. നന്നായി വരൂ എന്നാണ് പറയുന്നത്. അപ്പൊ നന്നായി വരിക എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും പ്രാർത്ഥനകളെയും ആരാധനകളെയും ഹജ്ജ് പോലെയുള്ള മഹത്തായ അനുഷ്ഠാനങ്ങളെയും വരെ ബാധിക്കുന്ന വിഷയമാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു അയാളുടെ ആയുസ്സിലും സമ്പത്തിലും ബറക്കത്ത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒന്നാമത്തെ തഖ്വയും ഈമാനുമാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഖുർആനാണ്. അത് പൊതുവായ കാര്യമാണ്, എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. മറ്റത് നമ്മളൊക്കെ ഓരോ ഇൻസിഡന്റ് വരുന്ന സമയത്തുണ്ടാവുന്ന കാര്യം, ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ളതാണ്, അതുപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ, ആയുസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിച്ചു പോവുക എന്നുള്ളതല്ല പ്രധാനം, ജീവിതം സമാധാനത്തിലും സ്വസ്ഥതയിലുമാവുക എന്നതാണ്. സമാധാനത്തിനും സ്വസ്ഥതക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഭവനങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.